സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിനെ എന്നും നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ആര് മരണപ്പെട്ടാലും ഇതുപോലെ ഈ സദസ്സ് ചെയ്യാൻ ശേഷിക്കുന്നവർക്ക് നീ കഴിവ് നൽകണേ അല്ലാ. നീ സമ്പത്ത് നൽകണേ അല്ലാ. ആയുരാരോഗ്യം നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ അല്ലാ. നിന്റെ അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹുകൾ, ഉമറാക്കൾ, ഉലമാക്കൾ, താബിഉകളുടെ ബർക്കത്ത് കൊണ്ട് നീ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മൺമറഞ്ഞുപോയ മാതാപിതാക്കളുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. അവർ കാരണമാണ് ഞങ്ങൾ ഇതുപോലുള്ള നല്ല സദസ്സുകളിൽ ഒരുമിക്കുന്നത്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. വസല്ലല്ലാഹു തആല വസല്ലം അലാ سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. എൻ്റെ പ്രിയപ്പെട്ട ജമാഅത്ത് കൗൺസിൽ കുടുംബാംഗങ്ങളെ, നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ സദഖത്തുള്ള ഉസ്താദിൻ്റെ ഖബർ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഈ സംഘടന ഏറ്റെടുത്തിട്ടുള്ള അമല്, അതിൻ്റെ ദുആ മജ്ലിസ്, അൽഹംദുലില്ലാ 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 റബ്ബിൽ ആലമീൻ. അദ്ദേഹം ഭയങ്കര ഭാഗ്യം ചെയ്ത ഒരു മനുഷ്യനാണ്. ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇതിൻ്റെ പണ്ഡിതൻ അത് ഏകദേശം അരമണിക്കൂർ നീണ്ടു നിന്ന ദുആ മജ്ലിസിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച 31 നല്ല മനസ്സിൻ്റെ ഉടമകളുണ്ട്. ഈ നല്ല മനസ്സിൻ്റെ ഉടമയെ അള്ളാഹു ഇരുലോകത്തിലും ഈ അമലിന്റെ ബാഹ്യം കൊണ്ട് അവർക്ക് നന്മകൾ മാത്രം കൊടുത്ത് അനുകരിക്കട്ടെ. ഇതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരായ പ്രിയപ്പെട്ട നമ്മളുടെ ആലിം കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ കലാം മിസ്വാഹി, അദ്ദേഹത്തിൻ്റെ കഠിന ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സദസ്സ് തന്നെ നമുക്ക് കൂടാൻ സാധിച്ചത്. അതിന് സഹകരിച്ചിട്ടുള്ള മറ്റുള്ള പണ്ഡിതന്മാരും അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആലിം കൗൺസിലിൻ്റെ പൂർണ്ണമായ ഒരു പിന്തുണ ഇതിലുണ്ട്. ഒരു പണ്ഡിതൻ നമ്മളുടെ വാഗ്ദാനം ചോദിച്ചപ്പോൾ, നമ്മളുടെ അറിയിപ്പ് നൽകിയപ്പോൾ 70,000 ദിക്റാണ് അദ്ദേഹം ചൊല്ലിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളുടെ ഭാഗമായിട്ട് പണ്ഡിതന്മാരുടെ ഒരു ബലം ഈ ജമാഅത്ത് കൗൺസിലിന് ഉള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ജമാഅത്ത് കൗൺസിൽ ഏകദേശം 7 വർഷം കൊണ്ട് തന്നെ ഇന്ന് ബാലരാമപുരത്ത് ഈ മുറിയിൽ തുടക്കം കുറിച്ച ഈ ജമാഅത്ത് കൗൺസിലിൻ്റെ ഒരു പ്രസ്ഥാനം 7 വർഷം ആകുന്ന സമയത്ത് ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിൽ വളരാൻ സാധിക്കും പറയുമ്പോൾ അത് നമ്മളുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും നമ്മളുടെ കൂടെ ഉള്ള ആലിം പണ്ഡിതന്മാരുടെ ഒരു നല്ല ദുആന്റെ ഭാഗമായിട്ടാണ് നാം ഇതിൻ്റെ വളർത്തുന്നത്. എനിക്ക് ഇതിൻ്റെ മുകളിൽ നിങ്ങൾ പറയാൻ എനിക്ക് വാക്കുകളില്ല. നമ്മളുടെ ആലിം കൗൺസിൽ നമ്മളുടെ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കാലം നമുക്ക് പോർസോ സംഘടനയായിട്ട് തന്നെ നമുക്ക് ആലിം കൗൺസിലുണ്ട്, യൂത്ത് കൗൺസിലുണ്ട്, പ്രവാസി കൗൺസിലുണ്ട്, നിഷ കൗൺസിലുണ്ട്, ലേബർ കൗൺസിലുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് കൗൺസിൽ, നമുക്ക് ഒരു 6 പോർസോ സംഘടന ഉണ്ടെങ്കിലും നമുക്ക് ജമാഅത്ത് കൗൺസിൽ വിട്ട് അടുത്ത വലിയ രീതിയിൽ നമ്മളെ കൂടെ പൂർണ്ണമായിട്ട് പിന്തുണച്ചിക്കൊണ്ട് പല ഘട്ടങ്ങളിലും നമുക്ക് ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആലിം കൗൺസിൽ. അതിൻ്റെ കരുത്തുറ്റ പ്രസിഡന്റ് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ കിട്ടിയിട്ടുള്ളൂ. ആ കേരളത്തിൻ്റെ കരുത്തുറ്റ പ്രസിഡന്റിൻ്റെ സാന്നിധ്യം നാഷണൽ ലെവലിൽ വരണമെന്നുള്ള രീതിയിലാണ് നമ്മളുടെ ജമാഅത്ത് കൗൺസിൽ ഭാഗമായിട്ട് ഗ്ലോബൽ ഇന്റർനാഷണൽ ലെവലിൽ നാം തുടക്കം കുറിച്ച ഗ്ലോബൽ ജമാഅത്ത് കൗൺസിൽ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട്
ഭാഗമായിട്ട് വരുന്ന നാഷണൽ കമ്മിറ്റിയിൽ തന്നെ അദ്ദേഹത്തിന് നമ്മൾ നാഷണൽ വൈസ് പ്രസിഡൻ്റായിട്ട് ഉന്നതമായ സ്ഥാനം കൊടുത്തുകൊണ്ട് നിർത്തുന്നത് വേറെ ഒന്നും കൊണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ഉപദേശം ഈ സംഘടനയ്ക്ക് ഒരുപാട് ആവശ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ദുആ മജ്ലിസ് വളരെ നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ ആത്മാർത്ഥമായ ദുആ മജ്ലിസിലാണ്. നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കുന്നുണ്ട്. കേൾക്കണം, കേട്ട് ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യണം. ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയാതിരിക്കാൻ വഴിയില്ല. ഇതിനു വേണ്ടി നമ്മളെ കൂടെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച ഡോക്ടർ അബ്ദുൽ കലാം മിസ്വാഹി, ഡോക്ടർ എ അഷ്റഫ്, നൂർജഹാൻ അഷ്റഫ്, അല്ലമീൻ ചെന്നൈ, സെയ്ദ് ബുഹാരി തങ്ങൾ, വാഹിദ് വൈദ്യർ, ഷാജി, നമ്മളുടെ ചെയർമാൻ ഷാജി തോട്ടിങ്കര, നാഷണൽ ചെയർമാൻ വെഞ്ഞാറമൂട് എം എസ് ഷാജി സാറ്, ഡോക്ടർ നസീർ നെടുമങ്ങാട്, ഡോക്ടർ ടി എ റഹീം ആലപ്പുഴ, ഡോക്ടർ ജയിലാനി ഉസ്താദ് കുട്ടശ്ശേരി മലപ്പുറം, ഡോക്ടർ അബ്ദുൽ ഖാദർ മൗലവി വയനാട്, ഡോക്ടർ ശ്രീ റഫീഖ് ഉസ്താദ് കണ്ണൂർ, മുസ്തഫ മാസ്റ്റർ ഉസ്താദ് തൃശ്ശൂർ, അബ്ദുൽ നാസർ ആലപ്പുഴ, ഡോക്ടർ എൻ സംസുദ്ദീൻ ഹാജി, ഡോക്ടർ അബ്ദുൽ ഹക്കീം വഹാബി വിഴിഞ്ഞം, തസ്ലീമ കണ്ണൂർ, അബ്ദുൽ കഫൂർ കണ്ണൂർ, ഫാത്തിമ അജിമ കണ്ണൂർ, ആമീന അബൂബക്കർ കണ്ണൂർ, ഡോക്ടർ മുഹമ്മദ് അലി ഫൈസി കക്കടിപ്പുറം, ഡോക്ടർ എ കെ അബ്ദുൽ കഫൂർ മലപ്പുറം, അസീം മന്നാനി ഉസ്താദ് മസ്കറ്റ്, ഡോക്ടർ സെയ്ദ് ഹാജി തൃശ്ശൂർ, പി എം മുഹമ്മദ് ഹാജി കണ്ണൂർ, അബ്ദുള്ള ഉസ്താദ് കണ്ണൂർ, ഹബീബ് മാസ്റ്റർ കണ്ണൂർ, എ കെ ഷഹീർ മലപ്പുറം, ഡോക്ടർ മാഹിൻ മൗലവി ബാലരാമപുരം. ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യവും ഈ സദസ്സിന് ഒരുപാട് ഉണർവും മാത്രമല്ല, ഇവരുടെ എല്ലാവരുടെ സഹകരണ സഹായം കൊണ്ട് മാത്രമാണ് ഈ ദുആ മജ്ലിസ് വിജയിക്കാൻ സാധിച്ചത്. ഇത് റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത് ഒരു ഉസ്താദിന് മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ അമൽ നമ്മൾ പണ്ഡിത സഭ ചെയ്യും. എല്ലാവരും പണ്ഡിത സഭ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മളുടെ സുഖത്തിനും ദുഃഖത്തിനും വേണ്ടി നമ്മളെ കൂടെ എപ്പോഴും കൂടെ നിൽക്കുന്ന ഈ പ്രിയപ്പെട്ട പണ്ഡിതന്മാരുടെ നന്മയ്ക്ക് വേണ്ടി, പണ്ഡിതന്മാരുടെ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയും നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആ പണ്ഡിതന്മാർക്ക് വേണ്ടി നമ്മൾ കൊടുക്കാനുള്ളത് നമ്മളും അതുപോലെ തിരിച്ച് ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്ന് ഈ നിമിഷത്തിൽ പറഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു ഇരുലോകത്ത് നന്മ തരട്ടെ എന്ന് ആത്മാർത്ഥം പ്രവർത്തിച്ചുകൊണ്ട് തൽക്കാലികം നിങ്ങളിൽ നിന്ന് വിടവാങ്ങുന്നു. ബാലരാമപുരം അഷ്റഫ്, ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. آمين. حمدا يوافي نعمه ويكافئ مزيدا. آمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة وتحفة كاملة وقوة مقبولة مرضية منا إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم
اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته يا رب العالمين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنال به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل وبلغ مثل قراءتنا بعد القبول أولا منا إلى حضرة روح نبينا وشفيعنا ومرشدنا ومنجينا ومصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرة روح جميع الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين. اللهم وإلى حضرة روح سائر الصحابة والقرابة كلهم أجمعين. اللهم وإلى حضرة روح جميع المسلمين عامة إنك على كل شيء قدير. اللهم زد لهم شرفا على شرفهم وعزا على عزهم وفضلا على فضلهم وجاها على جاههم وكرامة على كراماتهم لديك يا أكرم الأكرمين. اللهم وإلى حضرة روح من نبيناه هذا خاص يا رب العالمين. اللهم اغفر له وارحمه واعف عنه يا رب العالمين. اللهم اغفر له وارحمه واعف عنه وعافه يا رب العالمين. اللهم اغفر له وارحمه واعف عنه وعافه واكرم نزله ووسع مدخله يا رب العالمين. اللهم وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وجيرانا خيرا من جيرانه وادخله الجنة وأعذه من عذاب القبر وفتنته ومن عذاب النار. റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഞങ്ങൾ ഏതൊരു ഉദ്ദേശത്തിലാണോ ഒരുമിച്ചതെങ്കിൽ ആ ഉദ്ദേശം നീ ഞങ്ങളിൽ നിന്ന് പൂർത്തീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മർഹൂം സദഖത്തുല്ലാഹ് ഉസ്താദിന്റെ പേരിലായി ഞങ്ങൾ ചെയ്തു വച്ച മുഴുവൻ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണേ അല്ലാഹുവേ. ഖത്മുൽ ഖുർആൻ നീ കബൂലാക്കണേ തഹ്ലീലുകൾ നീ കബൂലാക്കണേ സ്വലാത്തുകളും സലവാത്തുകളും നീ കബൂലാക്കണേ എല്ലാം നിന്റെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാഹുവേ. അതിന്റെ മിസ്ലു സവാബ് ബഹുവന്യ ഉസ്താദിന്റെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹുവേ. ജീവിതകാലത്ത് ഞങ്ങളോടൊപ്പം സഹവസിച്ചിരുന്ന ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിരുന്നവരാണ്. പടച്ചവനെ, നീ അതിന് അർഹമായ പ്രതിഫലം നൽകണേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹുവേ. നിന്റെ വിളിക്കുത്തരം നൽകി ഇന്ന് മണ്ണിനടിയിലാണ് റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ ചെയ്ത ഈ സൽക്കർമ്മം നീ സ്വീകരിക്കണേ സ്വാലിഹാക്കണേ എളിയ പ്രവർത്തകരായ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അദ്ദേഹത്തിന്റെ ഖബർ ജീവിതത്തിന് അർഹമാകുന്ന അമലാക്കണേ ഉപകാരപ്പെടുന്ന അമലാക്കണേ അല്ലാഹുവേ. ജീവിതകാലത്ത് വന്നുപോയ സകല പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ കുറവുകൾ നീ നികത്തണേ അല്ലാഹുവേ. പൊരുത്തപ്പെടാൻ കഴിയാത്ത എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെടണേ അല്ലാഹുവേ. ആ സഹോദരന്റെ ആ ഉസ്താദിന്റെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹുവേ. ഞങ്ങൾ ഒത്തു പ്രവർത്തിച്ചവരാണ്, ഞങ്ങൾ ഒരുമിച്ച് നിന്നവരാണ്, ഒരുമിച്ച് സംസാരിച്ചവരാണ്, പല പരിപാടികളിലും ഒന്നിച്ചു നിന്നിട്ടുള്ളവരാണ്. പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന ഈ അമല് നീ അദ്ദേഹത്തിന് ഉപകാരപ്രദമാക്കണേ സന്തോഷമുള്ളവരാക്കണേ നീ സദസ് കൊണ്ട് സന്തോഷിക്കുന്ന ഖബറാളിയാക്കണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അദ്ദേഹത്തിന്റെ വേർപാട് നീ ക്ഷമയിലാക്കണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ കുടുംബക്കാര് എന്തെല്ലാം സൽപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ അതോടൊപ്പം ഞങ്ങളുടെ ഈ മജ്‌ലിസിനെയും നീ ഉൾപ്പെടുത്തണേ ഞങ്ങളുടെ ഈ സദസ്സിനെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ
ഇതിന്റെ പിന്നിലായി അണിനിരന്നവർക്കു വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഈ സദസ്സിനെ എന്നും ഇതുപോലെ നീ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, അതിന്റെ പ്രതിഫലം ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് നൽകുന്നത് പോലെ നാളെ ഞങ്ങൾക്കും നീ ഇതിന്റെ മിസ്ലു സവാബ് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയിലായി ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവരെയും നീ നിലനിർത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സദഖത്തുല്ലാഹ് ഉസ്താദിന്റെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനം ചെയ്യണേ അല്ലാഹ്. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലായി നീ ഉറപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ ചെയ്ത ഈ സൽക്കർമ്മം നാളെ അദ്ദേഹത്തിനും ഞങ്ങൾക്കും ഉപയോഗപ്പെടുന്ന അമലായി, സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലായി നടന്നു വരുന്ന ദീനീ വിജ്ഞാന മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അത് കേൾക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അത് കേൾക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അതിനോട് ഇഷ്ടം വെക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ ആമീനുകളെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അതിൽപ്പെട്ട പല സഹോദരിമാരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനെ, അല്ലാഹുവേ, കല്യാണ പ്രായം എത്തിയിട്ടും വിവാഹം കഴിപ്പിച്ചയക്കാൻ പ്രയാസപ്പെടുന്ന, മാർഗങ്ങളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാഹ്. നീ മാർഗം നൽകണേ അല്ലാഹ്. ഹലാലായ മാർഗം നൽകണേ അല്ലാഹ്. അനുയോജ്യമായ വരനെ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വാടക വീട്ടിൽ കഴിയുന്ന സഹോദരന്മാരുണ്ട് റഹ്മാനെ, സഹോദരിമാരുണ്ട് റഹ്മാനെ. നീ അനുയോജ്യമായ ജോലി നൽകണേ അല്ലാഹ്. വരുമാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വിദേശത്ത് നൽകുന്ന പ്രവാസികൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനെ, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ പ്രവാസ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. നീ നിന്റെ റഹ്മത്തിലാക്കണേ അല്ലാഹ്. അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ആലിം കൗൺസിൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഖാസിമി ഉസ്താദ് അവർകൾ, പടച്ചവനെ, അവരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ ഞങ്ങൾ ഓർമ്മിക്കുകയാണ് റഹ്മാനെ. ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഒരുമിച്ചിരുന്നു ദുആ ചെയ്ത പണ്ഡിതനാണ്. പടച്ചവനെ, ആ പണ്ഡിതന്റെ കബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട ജമാഅത്ത് കുറച്ച് കുടുംബാംഗങ്ങളെ, ഈ വീഡിയോ കാണുന്ന ഏവർക്കും അല്ലാഹുവിൻ്റെ അനുഗ്രഹം സദാശിവമാകട്ടെ. നമ്മളുടെ ഇന്നത്തെ ദുആ മജ്ലിസ് നമ്മളുടെ പ്രിയപ്പെട്ട ആലിം കൗൺസിലിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ കലാം മുസ്വാഹിയാണ് ഇന്നത്തെ മജ്ലിസിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മജ്ലിസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ട് കൂടെ തന്നെ ദുആയും കൂടെ ചേർത്താണ് ചെയ്യണത്. അദ്ദേഹത്തിന് ഞാൻ ആദരപൂർവ്വം നമ്മളെല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബിറല്ലാഹ് അമ്മാ ബഅദ്. എത്രയും സ്നേഹാദരവുകൾ നിറഞ്ഞ ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന ചാരിറ്റി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെ, ഈ അനുഗ്രഹീതമായ ഖത്മുൽ ഖുർആൻ ദിക്ർ ഹൽക്ക മജ്ലിസിന് വേണ്ടി മുന്നിട്ടിറങ്ങി അതിൻ്റെ സമാപന ദുആ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ബഹുമാനപ്പെട്ട ഫൗണ്ടറും പ്രസിഡന്റുമായ ഡോക്ടർ എ ബാലരാമപുരം അഷ്റഫ് സാഹിബ് അവർകൾ, ഈ സംഘടനയുടെ കരുത്തുറ്റ ജീവവായുവായി ഇന്നും നിലകൊള്ളുന്ന ബഹുമാന്യരായ ഓജസ്സും തേജസ്സുമായ പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രസ്ഥാനത്തിന് കരുത്തേകുന്ന ബഹുമാനപ്പെട്ട മാനേജിംഗ് ട്രസ്റ്റി എൻ ഷംസുദ്ദീൻ ഹാജി, ഡോക്ടർ എൻ ഷംസുദ്ദീൻ ഹാജി അവർകളെ, ഈ പ്രസ്ഥാനത്തിൻ്റെ നെടും തൂണായി പ്രവർത്തിക്കുന്നവരിൽ ഒന്നാമനായി മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ട്രഷറർ ബഹുമാനപ്പെട്ട ഡോക്ടർ നസീർ സാഹിബ് അവർകൾ,
ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ മജ്ലിസിനെ കാണുന്ന ഇതിൻ്റെ പ്രിയപ്പെട്ട ദേശീയ സംസ്ഥാന പോഷക സംഘടന നേതാക്കളെ, മറ്റു സഹപ്രവർത്തകരെ, ഇതിനോട് ഇഷ്ടം വച്ചിട്ടുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഇന്ന് ഒരുമിച്ച് കൂടിയ ഈ ഒരു നിമിഷം നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ, നമ്മൾ ആര് മുഖേന ആര് കാരണമാണോ ഈ ഒരു ഒരുമിച്ച് കൂടൽ നടത്തിയത്, ആ ബഹുമാന്യനായ ആലിം കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയും നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ് അവർകൾ, മർഹൂം സദഖത്തുള്ള ഉസ്താദ് അവർകൾ, അല്ലാഹു ആ മഹാനവറുകളുടെ ഖബറിലേക്ക് സ്വാലിഹായ അമലായി നമ്മുടെ ഈ മജ്ലിസിനെ എത്തിക്കുമാറാകട്ടെ എന്ന് ആദ്യമേ തന്നെ ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ഈ ഒരു ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന പ്രസ്ഥാനം ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രവർത്തനമെന്ന് ഈ വിനീതൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സദസ്സാണ്. കാരണം ഈ ഒരു സദസ്സ് ആരംഭമായത് ആലിം കൗൺസിൽ എന്ന് പറയുന്ന ജമാഅത്ത് കൗൺസിലിന്റെ ഡോക്ടർ ബാലരാമപുരം അഷ്റഫ് സാഹിബ് നേതൃത്വം കൊടുക്കുന്ന ജമാഅത്ത് കൗൺസിലിന്റെ പോഷക സംഘടനയായ ആലിം കൗൺസിൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി പ്രസിഡന്റായി വാണിരുന്ന ബഹുമാനപ്പെട്ട പെരുമാതുറ അബ്ദുൽ റഹ്മാൻ കാശ്മി ഉസ്താദ് അവറുകളുടെ മരണത്തോടനുബന്ധിച്ച്, ആ വേർപിരിയലിനോടനുബന്ധിച്ച് ആരംഭം കുറിച്ച ആ ഒരു മജ്ലിസ്, ആ ഒരു ഖുർആനിന്റെയും ദിക്റിന്റെയും ആ ഒരു മജ്ലിസ് ഇന്ന് അതേ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായി നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന സദഖത്തുള്ള മൗലവി ഉസ്താദ് അവറുകൾക്ക് വേണ്ടി ഇന്ന് സംഗമിച്ചിരിക്കുകയാണ്. ഈ ഒരു സംഗമിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹീതമായ ഒരു സംഗമിക്കലാണ്, ഒരു മജ്ലിസാണ്. ഈ ലോകത്ത് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചുകൊണ്ട് ഒരാൾക്ക് മരണപ്പെട്ടു പോകാൻ സാധിക്കും. പക്ഷേ ആ ജീവിതത്തിൽ നേടിവെക്കുന്നതൊന്നും അവന് ഉപകരിക്കാതെ, അവന് ഉപകാരപ്പെടാതെ നഷ്ടപ്പെട്ടു പോകുമെന്നിരിക്കെ, ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ അവന്റെ മരണശേഷം അവന്റെ ഖബറിലേക്ക് എത്തപ്പെടുന്ന ഒരു സൽക്കർമ്മമായി ഈ ഒരു മജ്ലിസ് ജമാഅത്ത് കൗൺസിലിന്റെ കീഴിലായി തുടരുന്നുവെങ്കിൽ ആ ഒരു മജ്ലിസിന്റെ വില വളരെയേറെ വലുതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിലായി അണിനിരന്നുകൊണ്ട് ഈ പ്രിയപ്പെട്ട വിനീതനും അതിന് കരുത്തു നൽകിക്കൊണ്ട് സംസ്ഥാന അധ്യക്ഷനും ഫൗണ്ടറുമായ ഡോക്ടർ ബാലരാമപുരം അഷ്റഫ് സാഹിബും മാനേജിംഗ് ട്രസ്റ്റിയായ ഡോക്ടർ എൻ ഷംസുദ്ദീൻ ഹാജി അവറുകളും നമ്മുടെ ട്രഷറർ നസീർ നെടുമങ്ങാട് സാഹിബ് അവറുകളും ഒക്കെ, അതുപോലെ ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ നേതാക്കളും ഇതിനോട് അനുമതി നൽകിക്കൊണ്ട് ഇതിനു വേണ്ടി സപ്പോർട്ട് നൽകിക്കൊണ്ട് കൂടെ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആലിം കൗൺസിൽ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് ഉണർത്താനുള്ളത്, നമ്മളെല്ലാവരും മരിച്ചു പോകുന്നവരാണ്. നമ്മൾ നേടിയതൊന്നും നാളെ നമുക്ക് ഉപകാരപ്പെടൂല. മറിച്ച് നാം ഈ ചെയ്യുന്ന ഈ സൽക്കർമ്മം, ഈ ഒരു മജ്ലിസ്, അത് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പിന്നിലായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മജ്ലിസ് നാളെ എനിക്കും നിങ്ങൾക്കും കിട്ടിയാൽ അത് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു അമലാണ്, ഒരു സൽപ്രവർത്തനമാണ്. നാളെ ഖബറിലും പരലോക ജീവിതത്തിലും നാളെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറാൻ അത് ഏറ്റവും വലിയ ഒരു സമ്മാനമാണ്, ഒരു ഹദിയയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എന്നിലും നിങ്ങളിലും ഉണ്ടാകണമെന്ന് ആദ്യമേ തന്നെ ഞാൻ ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദ് അവറുകൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിലൂടെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരും മുന്നിൽ നിന്നവരുമാണ്. അത് നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് 6 അടി മണ്ണിന്റെ അകത്താണ്. ആ മനുഷ്യന് വേണ്ടി, ആ ദേശസ്നേഹിക്ക് വേണ്ടി, ആ ജമാഅത്ത് കൗൺസിൽ നമ്മുടെ കുടുംബാംഗത്തിലെ ഒരു അംഗത്തിനു വേണ്ടി നമ്മൾ ഒരുപാട് പേർ കഷ്ടപ്പെട്ട് ദിക്റ് ചൊല്ലിയും ഖുർആൻ പാരായണം നടത്തിയും അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഖബറിന് വേണ്ടി ഇന്ന് ഹദിയ ചെയ്യുന്ന ഈ ഒരു നിമിഷം അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ചതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിപ്പിക്കുമാറാകട്ടെ. നാം ചെയ്ത മുഴുവൻ ഖുർആൻ പാരായണങ്ങളും ആ മനുഷ്യന്റെ, ആ സദഖത്തുള്ള ഉസ്താദ് അവറുകളുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു നൽകുമാറാകട്ടെ. നാം ചൊല്ലിയ മുഴുവൻ ദിക്റുകളും അള്ളാഹു ആ ഉസ്താദ് അവറുകളുടെ ഖബറുകളിലേക്ക് എത്തിച്ചു നൽകുമാറാകട്ടെ. ഒരു ഫാത്തിഹയോട് കൂടി ദുആ ചെയ്യാനുണ്ട്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. വിവാഹപ്രായമെത്തിയ
പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് മാതാപിതാക്കളുടെ ദുആ വസിയത്ത് നമുക്കുണ്ട്. അതുപോലെ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഭർത്താക്കന്മാരുള്ള സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർക്ക് അനുയോജ്യമായ ദുആ ലഭിക്കുവാൻ, അനുയോജ്യമായ ജോലി ലഭിക്കുവാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. വാടക വീട്ടിൽ കഴിയുന്ന, വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വിഷമങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അതുപോലെ വിദേശത്ത് നിൽക്കുന്ന സഹോദരങ്ങൾ കുടുംബം പോറ്റാൻ വലിയ പ്രയാസത്തിലാണ്, അത് അവരുടെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുവാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അതുപോലെ നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ആലിം കൗൺസിലിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ബർമാതുറ അബ്ദുറഹ്മാൻ കാസ്മി ഉസ്താദ് അവർ, അദ്ദേഹത്തെയും ഈ ഒരു മജ്ലിസിൽ വെച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളം, നമ്മുടെ നാടിനപ്പുറം ഒരുപാട് ആളുകൾ ഇതിനോട് ഇഷ്ടം വെക്കുകയും ഇതിലെ ദീനി വിജ്ഞാന ക്ലാസ്സുകളെ സ്നേഹിക്കുകയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനു വേണ്ടി, ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ഇതുപോലുള്ള നല്ല മജ്ലിസുകൾ സംഘടിപ്പിക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്ന നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഇതിനോട് ഇഷ്ടം വെക്കുന്ന സഹോദരങ്ങൾ, അവർ വാർദ്ധക്യത്തിലെത്തിയവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, ജോലികളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദുആ കൊണ്ട് വസിയത്തിട്ടുണ്ട്. അതുപോലെ ആലിം കൗൺസിലിൽ ദീനി ദഅവത്ത് നടത്തുന്ന പണ്ഡിതന്മാർ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിലേക്ക് ദീനി വിജ്ഞാന ക്ലാസ് എടുക്കുന്ന ആലിമീങ്ങൾ, ഉസ്താദുമാർക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്തുണ്ട്. അതുപോലെ ജമാഅത്ത് കൗൺസിലിന്റെ 31 പ്രവർത്തകന്മാർ അള്ളാഹുവിന്റെ റഹ്മത്ത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മർഹൂം സദഖത്തുല്ലാ ഉസ്താദിനു വേണ്ടി ഖുർആൻ പാരായണവും ദിക്ർ മജ്ലിസുമൊക്കെ ഏറ്റെടുത്തുകൊണ്ട്, സന്തോഷത്തോടെ സ്വമേധയായി ഏറ്റെടുത്തുകൊണ്ട്, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു വന്ന് ആ ഒരു കർത്തവ്യം പൂർത്തീകരിച്ചുകൊണ്ട് ഈ ഒരു മജ്ലിസിലേക്ക് എത്തപ്പെട്ടു. അവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ദുആ ചെയ്യാനുണ്ട്. അള്ളാഹു മുഴുവൻ ആളുകളുടെയും വസിയത്ത് കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു മുഴുവൻ ആളുകളുടെയും ആ ഒരു ഉദ്ദേശത്തെ ഹലാലായ ഉദ്ദേശമാക്കി സഫലീകരിക്കുമാറാകട്ടെ.